എല്ലാവർക്കും നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ഒരു കിടിലൻ ഐഡിയ, മാസങ്ങളുടെ കഠിനാധ്വാനം, ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് അവസാനം ആർക്കും വേണ്ടെന്ന് വന്നാല് എങ്ങനെയുണ്ടാവും? ആ ഒരു പേടി സ്വപ്നം ഒഴിവാക്കാനുള്ള വഴിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഉപഭോക്താവിന്റെ മനസ്സ് ശരിക്കും മനസ്സിലാക്കുന്നതിനെക്കുറിച്ച്, അതായത് കസ്റ്റമർ ഡിസ്കവറിയെക്കുറിച്ച്. അപ്പോ തുടങ്ങില്ലേ? ഈ ചോദ്യം കാണുമ്പോ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നുന്നില്ലേ? പക്ഷെ സത്യം പറഞ്ഞാൽ ഭൂരിഭാഗം സ്റ്റാർട്ടപ്പുകളും പരാജയപ്പെടുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ഐഡിയ എത്ര ഗംഭീരമാണെന്നല്ല ഇവിടുത്തെ കാര്യം, അത് ശരിക്കും ഒരാളുടെ പ്രശ്നം പരിഹരിക്കുന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോ നമ്മുടെ ഈ ഒരു യാത്ര എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊരു 5 സ്റ്റെപ്പുകളുള്ള ഒരു ഡിസ്കവറി ഫണലിലൂടെയാണ് പോകാൻ പോകുന്നത്. ആദ്യം നമ്മൾ ആരാണ് നമ്മുടെ കസ്റ്റമർ എന്ന് നോക്കും. പിന്നെ അവരുടെ എന്തുകൊണ്ട് എന്ന പ്രശ്നം കണ്ടെത്തും. ഇപ്പോൾ അവരത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കും. ഒരു മികച്ച ഭാവി എങ്ങനെയെങ്കിലെന്ന് സങ്കൽപ്പിക്കും. അവസാനം ഇതിലെല്ലാം ഓർത്തുവെക്കേണ്ട ഒരു സുവർണ നിയമവും. അപ്പോ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ആര് എന്നതിൽ നിന്ന് തുടങ്ങാം. ഏതൊരു നല്ല തുടക്കവും ഒരു വ്യക്തിയെ മനസ്സിലാക്കുന്നതിൽ നിന്നാണ്. നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാനുള്ള ആ ഒരു തിടുക്കം അതങ്ങ് മാറ്റിവെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആ മനുഷ്യനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അവരുടെ ലോകമെന്താണ്? യഥാർത്ഥ നിധികൾ ഒളിഞ്ഞിരിക്കുന്നത് അവിടെയാണ്. സംഭാഷണം തുടങ്ങാൻ ഇതിലും നല്ലൊരു ചോദ്യമില്ല. ശരിക്കും ഒരു മാന്ത്രിക ചോദ്യം തന്നെയാണിത്. നിങ്ങളുടെ ഒരു സാധാരണ ദിവസം എങ്ങനെയാണ്? വളരെ സിമ്പിളല്ലേ? പക്ഷേ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ, അവർ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു പുതിയ ലോകം തന്നെ നമുക്ക് മുന്നിൽ തുറന്നു കിട്ടും. കേട്ടില്ലേ? ഇതൊരു വെറും മറുപടിയല്ല, ആ നിരന്തരമായ പോരാട്ടം എന്ന വാക്കിൽ തന്നെയുണ്ടെല്ലാം. രാവിലെ ഇമെയിൽ നോക്കി തുടങ്ങുമ്പോഴേക്കും അടുത്ത പ്രശ്നം മുന്നിൽ വന്ന് നിൽക്കുന്നു. ആ ഒരു പോരാട്ടത്തിനിടയിലേക്കാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന് ഒരു സൂപ്പർ ഹീറോയെപ്പോലെ സഹായിക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ആളാരാണെന്ന് നമുക്കൊരു ഐഡിയ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ്, കാര്യത്തിന്റെ കാതലിലേക്ക് കടക്കുകയാണ് നമ്മൾ. എന്താണ് അവരുടെ യഥാർത്ഥ വേദന? നമ്മൾ ആഴത്തിലേക്ക് കുഴിച്ചു നോക്കണം. അവരെ ശരിക്കും അലട്ടുന്ന, ചിലപ്പോൾ രാത്രി ഉറക്കം കെടുത്തുന്ന ആ ഒരു പ്രശ്നം അതെന്താണെന്ന് കണ്ടെത്തണം. ഈ വേദന കണ്ടെത്താൻ ഒരു 3 സ്റ്റെപ്പ് ഫോർമുലയുണ്ട്. 1, അവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് നേരിട്ട് ചോദിക്കുക. 2, ആ പ്രശ്നം അവസാനമായി ഉണ്ടായപ്പം എന്താ സംഭവിച്ചതെന്ന് ഒരു കഥ പോലെ പറയാൻ ആവശ്യപ്പെടുക. അപ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. 3, ഈ പ്രശ്നം കാരണം അവർക്ക് എത്രത്തോളം നഷ്ടം വരുന്നുവെന്ന് കണക്കാക്കുക. ഇതൊരു ലിറ്റ്മസ് ടെസ്റ്റ് പോലെയാണ്. ഈ ഒരൊറ്റ ചോദ്യം മതി നമ്മൾ ശരിയായ ട്രാക്കിലാണോ എന്നറിയാൻ. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുക. അതിന് കിട്ടുന്ന മറുപടി അതങ്ങനെ അങ്ങ് പോകും, വലിയ കുഴപ്പമില്ല എന്നാണെങ്കിൽ സൂക്ഷിച്ചോ, നിങ്ങളൊരു പക്ഷേ അത്ര വലിയ പ്രാധാന്യമില്ലാത്തൊരു പ്രശ്നത്തിന്റെ പുറകെയാണ് പോകുന്നത്. ശരി, അപ്പൊ നമുക്കൊരു യഥാർത്ഥ പ്രശ്നം കിട്ടി. ഇനി അടുത്തത്, ആളുകൾ ഈ പ്രശ്നം ഇപ്പോൾ എങ്ങനെയാണ് പരിഹരിക്കുന്നത്? കാരണം ഒരു പ്രശ്നം ശരിക്കുമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് പരിഹാരം അവരെന്തായാലും ഉപയോഗിക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു വലിയ എക്സൽ ഷീറ്റ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താൽക്കാലിക വഴികളാവാം. അവരിപ്പോൾ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നതെന്ന് നമ്മൾ അറിയണം. അവരോട് ചോദിക്കണം, അവരിപ്പോൾ ഉപയോഗിക്കുന്ന ഈ രീതിയിൽ എന്താണ് അവർക്കിഷ്ടം, എന്താണ് തീരെ ഇഷ്ടമില്ലാത്തത്? ആ ഇഷ്ടക്കേടുകളുണ്ടല്ലോ, അതാണ് നമുക്കുള്ള ക്ലൂ. അവരാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിനുള്ള അവസരങ്ങൾ. അവർ പറയുന്ന ഓരോ പോരായ്മയും നിങ്ങളുടെ പ്രൊഡക്റ്റിന് എവിടെയാണ് മികവ് പുലർത്താൻ കഴിയുക എന്നതിന്റെ സൂചനയാണ്. സത്യം പറഞ്ഞ ആളുകൾക്ക് പൊതുവെ മാറ്റം ഒരു മടിയുള്ള കാര്യമാണ്, അല്ലേ? അപ്പോ അവർ നിലവിൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് പുതിയ ഒന്നിലേക്ക് മാറണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണം. നിങ്ങളുടെ പ്രൊഡക്റ്റ് നിലവിലുള്ളതിനേക്കാൾ 10 ഇരട്ടി മികച്ചാണോ? പുതിയൊരു കാര്യം പഠിച്ചെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ടിനെ മറികടക്കാൻ മാത്രം മൂല്യം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇതൊക്കെ ചിന്തിക്കണം. ശരി, നമ്മൾ അവരുടെ ഇന്നത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുള്ള പരിഹാരങ്ങളെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് കുറച്ച് സ്വപ്നം കാണാം. അവരുടെ കയ്യിൽ ഒരു മാന്ത്രിക വടി കിട്ടിയാൽ ഈ പ്രശ്നങ്ങളെയൊക്കെ ഒറ്റയടിക്ക് പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു സൊല്യൂഷൻ എങ്ങനെയായിരിക്കും? ഈ ഒരു ചോദ്യം ചോദിക്കുന്നതിലൂടെ നമ്മൾ അവരുടെ ഭാവനയെ അങ്ങ് തുറന്നുവിടുകയാണ്. നിങ്ങൾക്കൊരു പെർഫെക്റ്റ് സൊല്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നമ്മളല്ല ഫീച്ചേഴ്സ് പറയുന്നത്, അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും അവർക്ക് എന്താണ് വേണ്ടതെന്ന്. സത്യത്തിൽ അവർ വിവരിക്കുന്ന ആ ഒരു സ്വപ്നമാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ യഥാർത്ഥ ബ്ലൂ പ്രിന്റ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, അവരാവശ്യപ്പെടുന്നത് കുറേ ഫീച്ചറുകളായിരിക്കില്ല, മറിച്ച് അവർക്ക് വേണ്ടത് ചില ഫലങ്ങളാണ്.
അതായത് ജോലികൾ ഓട്ടോമാറ്റിക്കായി നടക്കണം, കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റണം, അങ്ങനെ. അവർ പറയുന്ന ഓരോ ആവശ്യവും നിങ്ങളുടെ പ്രോഡക്റ്റ് റോഡ്മാപ്പിലേക്ക് ചേർക്കാനുള്ള ഓരോ പോയിന്റാണ്. അപ്പോ നമ്മൾ ഈ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. ഇതുവരെ നമ്മൾ സംസാരിച്ച് എല്ലാറ്റിന്റെയും അടിത്തറ എന്ന് പറയാവുന്ന ഒരു കാര്യം. എന്താണ് കസ്റ്റമർ ഡിസ്കവറിയിലെ ആ സുവർണ നിയമം? ഒരൊറ്റ കാര്യം മനസ്സിലുറപ്പിക്കുക: നിങ്ങളുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തരുത്. നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഒരു സെയിൽസ്മാൻ ആയിട്ടല്ല, മറിച്ചൊരു ഡിറ്റക്റ്റീവായിട്ടാണ്. നിങ്ങളുടെ ജോലി ഉത്തരങ്ങൾ കൊടുക്കലല്ല, ശരിയായ ചോദ്യങ്ങൾ ചോദിക്കലാണ്. അവരുടെ ലോകം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ശ്രദ്ധയോടെ കേട്ടിരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ സുവർണ നിയമം. നിങ്ങളുടെ ലക്ഷ്യം മനസ്സിലാക്കുക എന്നതാണ്, വിൽക്കുക എന്നതല്ല. നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് പഠിക്കാനാണ്, പഠിപ്പിക്കാനല്ല. ഓർക്കുക, അവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്നുവോ അത്രയും മികച്ചതായിരിക്കും നിങ്ങളുടെ സൊല്യൂഷൻ. ഈ വിവരണം ഇവിടെ തീരുമ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ കസ്റ്റമറിനെക്കുറിച്ച് നിങ്ങൾ ഇനിയും മനസ്സിലാക്കേണ്ട ആ ഒരൊറ്റ പ്രധാന പ്രശ്നം ഏതാണ്? അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നതിലായിരിക്കും ഒരുപക്ഷേ നിങ്ങളുടെ അടുത്ത വലിയ വിജയത്തിന്റെ താക്കോൽ ഇരിക്കുന്നത്.